രണ്ട് കുട്ടികളുടെ മരണത്തിനിടയാക്കിയ പാലക്കാട് പൊൽപ്പള്ളി കാർ അപകടത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. പെട്രോൾ ട്യൂബ് ചോർന്ന് സ്റ്റാർട്ടിംഗ് മോട്ടറിലേക്ക് ഇന്ധനം വീണതാകാം അപകടത്തിന് കാരണം എന്ന നിഗമനത്തിലേക്കാണ് മോട്ടോർ വാഹന വകുപ്പ് എത്തിയിരിക്കുന്നത്. പെട്രോൾ ചോരുന്നതിനിടെ വാഹനം സ്റ്റാർട്ടാക്കിയപ്പോൾ തീ പടർന്നതാകാമെന്നാണ് വിലയിരുത്തൽ. പൊള്ളലേറ്റ് മരിച്ച കുട്ടികളുടെ മൃതദേഹം പോലീസ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മോർച്ചറിയിലേക്ക് മാറ്റി. കുട്ടികളുടെ അമ്മ എൽസിയും സഹോദരി അലീനയും ചികിത്സയിലാണ്. സാജിദ് അജ്മൽ ചേരുന്നു. സാജിദ്, പോലീസും MBDയും ഇതിൽ അന്വേഷണം നടത്തിയിരുന്നു. എന്തൊക്കെയാണ് കണ്ടെത്തലുകൾ? സംസ്കാരവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. ധന്യ, മരിച്ച 4 വയസ്സുള്ള എമിലീന മാർട്ടിൻ, അതോടൊപ്പം തന്നെ 6 വയസ്സുള്ള ആൽഫ്രഡ് എന്നീ കുട്ടികളുടെ പോസ്റ്റ്മോർട്ടം പൂർത്തീകരിച്ച് മൃതദേഹം ഇവരുടെ അമ്മ ജോലി ചെയ്യുന്ന പാലന ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സംസ്കാരം സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. അമ്മയുടെ ആരോഗ്യനിലയും ഗുരുതരമായി തുടരുകയാണ്. അമ്മയുടെ വീടായ അട്ടപ്പാടിയിലാണ് ഈ സംസ്കാരം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഈ വിവരം അമ്മയെ അറിയിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത്. അമ്മയുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ചായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകുക. ഈ അമ്മയ്ക്കും അതോടൊപ്പം തന്നെ 10 വയസ്സുള്ള കുട്ടിയും ചികിത്സയിലാണ്. 10 വയസ്സുള്ള കുട്ടി അപകടനില തരണം ചെയ്തു. പക്ഷേ ഈ അമ്മ എലീനയുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഇവരുടെ സംസ്കാര ചടങ്ങുകൾ, കുട്ടികളുടെ സംസ്കാര ചടങ്ങുകൾക്കുള്ള പണം സർക്കാർ നൽകുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ചികിത്സാ സഹായം സംബന്ധിച്ച ഒരു തീരുമാനം മുഖ്യമന്ത്രി അമേരിക്കയിൽ എത്തിയ ശേഷം എടുക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഇതിൽ ഈ പെട്രോൾ ടാങ്കിൽ നിന്ന് ഉള്ള ട്യൂബിൽ ലീക്ക് ഉണ്ടായിരുന്നു. ഇത് ആണ് വളരെ പെട്ടെന്ന് തീപിടുത്തത്തിന് കാരണമായതായി നിഗമിക്കുന്നത്. ഇത്തരത്തിൽ തന്നെ ഒരു പരിശോധന ഇന്നലെ ഫയർഫോഴ്സും മോട്ടോർ വാഹന വകുപ്പും നടത്തിയിരുന്നു. ഇതിൽ കൂടുതൽ സമഗ്രമായ പരിശോധനകൾ വരും ദിവസങ്ങളിലും ഉണ്ടാകും. പോലീസും ഫയർഫോഴ്സും മോട്ടോർ വാഹന വകുപ്പും ഇത് സംബന്ധിച്ച അന്വേഷണം തുടരുന്നുണ്ട്. ശരി സാജിദ്.